everyone, this is Basil. Welcome to Big Learning. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പ്രധാന പാറ്റേൺ എന്ന് പറയുന്നത് ഹൗ ടു ക്രാക്ക് ഇംഗ്ലീഷ് ഇൻ SSC എക്സാമിനേഷൻ. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനിൽ എങ്ങനെ നമുക്ക് ഇംഗ്ലീഷ് ക്രാക്ക് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ സെഷനിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രധാനമായിട്ടും നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു ത്രെറ്റ്, അല്ലെങ്കിൽ നമ്മൾ മലയാളികൾക്ക് PSC എക്സാമിനേഷനോട് വളരെ താല്പര്യം കൂടുതലാണ്. എന്നാൽ സെൻട്രൽ ഗവൺമെൻറ് എക്സാമിനേഷനായ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനിലേക്ക് അപ്ലൈ ചെയ്യുന്നവരുടെ എണ്ണവും കുറവാണ്. എന്നാൽ ജോലിയിൽ കയറി പ്രവേശിക്കുന്നവരുടെ എണ്ണവും വളരെ കുറവാണ്. എന്തുകൊണ്ടായിരിക്കാം ഈ SSC എക്സാമിനേഷനിൽ നമ്മളുടെ ഉദ്യോഗാർത്ഥികൾ അപ്ലൈ ചെയ്യുന്നത് കുറയുന്നത്? അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഇംഗ്ലീഷിനോടുള്ള പേടിയാണ്. എങ്ങനെയാണ് ഇംഗ്ലീഷ് എക്സാമിനേഷന് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ ഷോർട്ട് കട്ട്സും ട്രിക്സും ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ഇംഗ്ലീഷിനെ വരുതിയിൽ വരുത്താം എന്നുള്ളതാണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇംഗ്ലീഷിനെ ഒന്ന് പരിചയപ്പെടാം. നമുക്കറിയാം 26 ലെറ്ററുകളോടെ ഉള്ള ആൽഫബറ്റ് ഉള്ള ഒന്നാണ് ഇംഗ്ലീഷ് സെഷൻ എന്ന് പറയുന്നത്. ഇതിൽ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി നമുക്ക് 25 ചോദ്യങ്ങളാണ് നമ്മുടെ എക്സാമിനേഷന് വരുന്നത്. ഈ 25 ചോദ്യങ്ങളിൽ 50 മാർക്കായിരിക്കും ഉണ്ടാകുന്നത്. അതായത് ഒരു ചോദ്യത്തിന് 2 മാർക്ക്. നമ്മൾ പഠിക്കാൻ വേണ്ടി പ്രധാനമായിട്ടും 3 ഇതിനെ ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായത് ഒന്നെന്ന് പറയുന്നത് ഇംഗ്ലീഷിലെ കോംപ്രിഹെൻഷൻ എന്ന് പറയുന്ന പാർട്ട്, ഇനി മറ്റൊന്ന് ഗ്രാമർ, മറ്റൊന്ന് നമ്മളുടെ വൊക്കാബുലറി. ഇത് പഠിക്കാൻ വേണ്ടിയാണ് നമ്മളിതിനെ 3 ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇത് 3 നമുക്ക് നമ്മുടെ എക്സാമിനേഷന് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനി ഒരു കാര്യം പഠിക്കുന്നത് കൊണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്കും ഇത് എത്തിച്ചേരാൻ സാധിക്കും. ഇതാണ് നമ്മുടെ പാറ്റേൺ. അപ്പോൾ നമുക്ക് 3 തന്നെ എടുത്ത് ഡിസ്കസ് ചെയ്യാം. എങ്ങനെയാണ് ഈ 3 കാര്യങ്ങളെ പഠിക്കുന്നത് എന്നുള്ള കാര്യം കൂടി നോക്കാം. അപ്പോൾ ആദ്യം തന്നെ വൊക്കാബുലറി പാർട്ട് എന്താണ് എന്നുള്ള കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ വൊക്കാബുലറി പാർട്ട് പഠിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. വൊക്കാബുലറി പാർട്ട് എന്ന് പറയുന്നത് നമ്മൾ സാധാരണഗതിയിൽ വൊക്കാബുലറി ചോദ്യങ്ങൾ വരുന്നത് ഒന്ന് ഇഡിയംസ് ആൻഡ് ഫ്രേസസ്, ഫ്രേസൽ വെർബ്സ്, സിനണിം, അനണിം എന്നീ ഭാഗങ്ങളിലൂടെയൊക്കെയാണ് വൊക്കാബുലറി പാർട്ടിൽ നിന്ന് നമുക്ക് ചോദ്യങ്ങൾ ഉണ്ടാകുന്നത്. ഇനി എന്താണ് ഈ ഇഡിയംസ് അല്ലെങ്കിൽ ഫ്രേസസ് എന്നൊക്കെ പറയുന്നത്? ഇഡിയത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ മലയാളത്തിൽ സാധാരണ ശൈലികളെന്ന് ഉപയോഗിക്കില്ലേ, അതിനെയാണ് നമ്മൾ ഈ ഇഡിയം എന്ന് പറയുന്ന പാർട്ടിൽ വിളിക്കുന്നത്. അതായത് ഞാൻ പറയാണ്, ഇപ്പം ഞാൻ ചെകുത്താൻ്റെയും കടലിൻ്റെയും ഇടയ്ക്കാണ് നിൽക്കുന്നത് എന്നുള്ളത്. അതിൻ്റെ അർത്ഥം എന്താ? എൻ്റെ ഇപ്പുറത്തെ ചെകുത്താനും എൻ്റെ ഇപ്പുറത്തെ കടലാണ് എന്നാണ് അർത്ഥം. അങ്ങനെയല്ല എൻ്റെ അർത്ഥം. When we are in a difficult situation, we use this and between deep sea and trouble. നമ്മളൊരു ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ നിൽക്കുമ്പോഴാണ് നമ്മൾ പറയുന്നത് ഞാൻ ചെകുത്താനെയും കടലിൻ്റെയും ഇടയ്ക്കാണ് എന്നുള്ള കാര്യം. ഇതിന് അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ട്രബിളായിട്ട്. എന്നാൽ ചെകുത്താനായിട്ടോ കടലായിട്ടോ യാതൊരു ബന്ധവുമില്ലാത്ത ഒന്നാണ് അതിന് മീനിങ് ആയിട്ട് വരുന്നത്. ഇതാണ് ഇഡിയത്തിൻ്റെ പ്രത്യേകതയും. ഇഡിയത്തിൽ ആളുകൾ കൈവെക്കാൻ ഏറ്റവും കൂടുതൽ ടൈം എടുക്കുന്നതും, അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികൾ ഇഡിയത്തിൻ്റെ ക്വസ്റ്റ്യൻ കാണുമ്പം അയ്യോ ഇത് നമ്മുടെ നെഗറ്റീവിലേക്ക് പോകുമല്ലോ എന്നുള്ള കാര്യം ചിന്തിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഇത് പഠിച്ചു വെച്ചാലുള്ള അഡ്വാൻറ്റേജ് എന്താണ്? ഒരുപാട് പേര് അറ്റൻഡ് ചെയ്യാത്തൊരു ചോദ്യമാണ്. അപ്പം അതുകൊണ്ട് അത് നമ്മൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റാങ്കിലേക്ക് മുൻപോട്ട് പോകാൻ സാധിക്കും. എന്തുകൊണ്ടാണ് ഒരുപാട് പേര് അറ്റൻഡ് ചെയ്യാത്തത്? അതിൻ്റെ കാരണം നമ്മൾ പറയും. അതായത് നമ്മൾക്ക് സാധാരണയുള്ള ഒരു വാക്കുമായി ഒരു ബന്ധവും ഇല്ലാത്തതായിരിക്കും ഇഡിയത്തിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. ആ വാക്കിന്റെ ലിറ്ററൽ മീനിങ്ങുള്ള സാധനം ഓപ്ഷൻസിൽ കാണുകയും ചെയ്യും. അത് കൈ വെക്കുന്നവർ നെഗറ്റീവിലേക്ക് പോവുകയും ചെയ്യും. ഇപ്പം എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ when I'm standing here I feel like over the moon. This is the pattern. The idiom is over the moon. Over the moon എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രനുമായി എന്തെങ്കിലും ബന്ധമുള്ള ഒരാളാണോ? ഒരു ബന്ധവുമില്ല. സത്യത്തിൽ ഓവർ ദ മൂൺ എന്ന് പറയുന്ന ഇഡിയത്തിന്റെ മീനിങ് എന്ന് പറയുന്നത് തന്നെ എക്സ്ട്രീം ഹാപ്പിനെസ് എന്നാണ്. അതായത് നമുക്ക് ഒരുപാട് സന്തോഷം തോന്നുമ്പോൾ, നമുക്ക് ഒരുപാട് എക്സൈറ്റ്മെന്റ് തോന്നുമ്പോൾ, ഓവർ ജോയ്ഡ് ആകുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇഡിയമാണ് ഓവർ ദ മൂൺ എന്ന് പറയുന്നത്. സോ ഹൗ കെൻ വി സ്റ്റഡി ദിസ്? നമ്മൾ എങ്ങനെ പഠിക്കും ഈ ഓവർ ദ മൂൺ എന്ന് പറയുന്ന പാർട്ടുകൾ? അതായത് ഇഡിയംസ് പഠിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് വിഷ്വലൈസേഷൻ മെത്തേഡാണ്. സോ
ഡിക്ലൈനിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നത് വിഷ്വലൈസേഷൻ കണക്റ്റിംഗ് മെത്തേഡ് ഷോർട്ട്കട്ട് ആണ്. അതായത് നമ്മൾ പഠിക്കുന്ന ഒരു കാര്യം നമ്മുടെ മൈൻഡിൽ വിഷ്വലൈസ് ചെയ്ത് വെക്കുക എന്ന് പറയുന്ന കോൺസെപ്റ്റ്. അതായത് പഠിക്കുന്ന കാര്യം നമ്മളൊരു കഥ പോലെ കൃത്യമായി വിഷ്വൽ ചെയ്ത് വെക്കുകയാണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഇത് ക്രാക്ക് ചെയ്ത് വെക്കാൻ പറ്റും. ഇതിന് ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്. കണക്റ്റിംഗ് മെത്തേഡ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനിൽ നിങ്ങൾക്ക് 25 ചോദ്യങ്ങൾ ഇംഗ്ലീഷാണ്, 25 ചോദ്യങ്ങൾ GK ആണ്. ഈ GKയിൽ ഉള്ള 25 ചോദ്യങ്ങളും നമുക്ക് വേണമെങ്കിൽ ഇതുമായി കണക്ട് ചെയ്ത് വെക്കാം. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഓവർ ദ മൂൺ എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ഹാപ്പിനെസ് ആണ് എന്നുള്ള കാര്യം എങ്ങനെ പഠിച്ചു വെക്കാം. ഓവർ ദ മൂൺ എക്സ്ട്രീം ഹാപ്പിനെസ് ആണ് എന്നുള്ളത് കുട്ടിക്കാലം മുതലേ നമ്മളുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. ദൂരെ അമ്മയുടെ ഒക്കത്തിരുന്ന് നമ്മൾ പറയും അമ്പിളി മാമനെ കണ്ടുകൊണ്ട് എനിക്ക് ചന്ദ്രനിൽ പോകണം, അല്ലെങ്കിൽ അമ്പിളി മാമനെ വേണം എന്നൊക്കെ നമ്മൾ പറയും. ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ നമുക്ക് ചന്ദ്രനിൽ പോകാൻ പറ്റിയില്ല. എന്നാൽ ഇത് പോകാൻ പറ്റിയ ഒരാളുണ്ട്. അയാളെ നമ്മൾ GK സെഷനിൽ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാം അയാളെ, നീൽ ആംസ്ട്രോങ്. അമേരിക്കക്കാരനായ ആംസ്ട്രോങ് നാസയ്ക്ക് വേണ്ടി 1969 ചന്ദ്രനിൽ കാലുകുത്തിയത്. ആംസ്ട്രോങ് 1969 നാസയ്ക്ക് വേണ്ടി ചന്ദ്രനിൽ കാലുകുത്തിയപ്പോഴാണ് നമ്മൾ ഓർത്തത്, അതായത് ഇന്ത്യ ഓർത്തത് ഇന്ത്യക്ക് സ്വന്തമായ ഒരു സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ പോലും ഇല്ല എന്നുള്ളത്. സോ ISRO was established in 1969 and ഈ നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ കാലുകുത്തിയതും 1969. This is connecting method. ഒരേ സമയം ഒരേ കാര്യങ്ങൾ ഒരുമിച്ച് പഠിക്കുക. അപ്പോൾ ആംസ്ട്രോങ് ചന്ദ്രനിൽ 69 കാലുകുത്തി, ഇന്ത്യ അപ്പോഴാണ് സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ കൊണ്ടുവന്നത്, അത് 1969 ആണ്. This is connecting method. Back to our topic. ലോകത്ത് ആർക്കും സാധിക്കാത്ത, എനിക്കോ നിങ്ങൾക്കോ ഒന്നും സാധിക്കാത്ത കാര്യം ആംസ്ട്രോങ്ങിന് സാധിച്ചപ്പം എന്തായിരിക്കും ആംസ്ട്രോങ്ങിൻ്റെ മനസ്സിൽ, അല്ലെങ്കിൽ ആംസ്ട്രോങ്ങിൻ്റെ മുഖം എന്തായിരിക്കും? മലയാളത്തിലൊരു കവി പറഞ്ഞല്ലേ, മന്നവേന്ദ്ര നിന്റെ മുഖം ചന്ദ്രനെ പോലെ തിളങ്ങുന്നു എന്ന് പറയുന്നതല്ലേ. ആംസ്ട്രോങ്ങിൻ്റെ മുഖം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആയിരിക്കും. ലോകത്ത് ആർക്കും സാധിക്കാത്ത ഒരു കാര്യം എനിക്ക് സാധിച്ചു എന്ന് വിചാരിക്കുന്ന ആംസ്ട്രോങ്, അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഭയങ്കര സന്തോഷങ്ങളായിരിക്കും ഉണ്ടാവുന്ന സാഹചര്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ ആംസ്ട്രോങ് ഭയങ്കര ഹാപ്പിയാണ്, ഓവർ ജോയിലാണ് എന്നുള്ള കാര്യം നമുക്ക് ഓൾറെഡി വിഷ്വൽ ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങളിപ്പോൾ വിചാരിക്കുമായിരിക്കും, പിന്നെ നീൽ ആംസ്ട്രോങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നതിനേക്കാൾ എളുപ്പം ബൈഹാർട്ട് ചെയ്തങ്ങ് പഠിച്ചാൽ പോരെ. ഓവർ ദ മൂൺ എന്ന് പറഞ്ഞാൽ ഹാപ്പിനെസ് ആണ്, ഓവർ ദ മൂൺ എന്ന് പറഞ്ഞാൽ ഹാപ്പിനെസ് ആണ് എന്ന് പറഞ്ഞു. ഓക്കെ പോട്ടെ, നിങ്ങൾ ആംസ്ട്രോങ്ങിനെ വിട്ടേക്ക്. നിങ്ങൾക്ക് ആംസ്ട്രോങ്ങിനെ ഓർക്കാനല്ലേ പാട്. ആംസ്ട്രോങ് ഇനി മറ്റേ ജംസ്യൂട്ടൊക്കെ ഇട്ട് വരുന്ന ആംസ്ട്രോങ്ങിനെ ഓർക്കാൻ നിങ്ങൾക്ക് പാടായിരിക്കും. ആംസ്ട്രോങ്ങിൻ്റെ മുഖം ഒന്നും നിങ്ങൾക്ക് കിട്ടത്തില്ല, കാരണം ആംസ്ട്രോങ് മറ്റേ കവർ ചെയ്ത് മാസ്ക് ചെയ്ത് വെച്ചേക്കാണ്. നിങ്ങൾക്ക് ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരാളെന്ന് ഓർത്ത് നോക്കി. നിങ്ങൾക്ക് ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരാൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളാണോ? ഫാക്കൽറ്റിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളാണോ? അല്ല. അല്ലെ മെൻറ്ററിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണോ? അല്ല. എക്സാം എഴുതാൻ പോകുന്ന നിങ്ങളാണ്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളെയാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി ആണല്ലോ. നമ്മൾ മലയാളത്തിൽ കണ്ണിലുണ്ണി എന്ന് വിളിക്കും. കുട്ടിക്കാലത്തൊക്കെ നമ്മളുടെ അച്ഛനും അമ്മയൊക്കെ നമ്മുടെ അടുത്ത് നീ എൻ്റെ കണ്ണിലുണ്ണിയാണ് എന്നൊക്കെ പറയുന്ന പാറ്റേൺ ആണല്ലോ. അപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി കണ്ണിലുണ്ണി. എക്സാമിനേഷൻ ചോദിക്കുന്നത് എങ്ങനെയായിരിക്കും? ഡിയറസ്റ്റ് പേഴ്സണാലിറ്റിക്ക് എന്ത് ഇഡിയമായിരിക്കും നിങ്ങൾ ഉപയോഗിക്കുന്നത് എന്നുള്ളത്. ഈ ഇഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്പിൾ ഓഫ് ഐ ആണ്. ആപ്പിൾ ഓഫ് ഐ. യു ആർ മൈ ആപ്പിൾ ഓഫ് ഐ. നീ എനിക്ക് അത്ര വേണ്ടപ്പെട്ടവളാണ്, നീ എനിക്ക് അത്ര വേണ്ടപ്പെട്ടവനാണ്. യു ആർ മൈ ആപ്പിൾ ഓഫ് ഐ. ആപ്പിൾ ഓഫ് ഐ എങ്ങനെ പഠിക്കും? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളെ കുറിച്ച്, നിങ്ങൾക്ക് ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള ആൾ, ഡിയറസ്റ്റ് പേഴ്സണാലിറ്റി, ഇത് ഓരോരുത്തർക്കും ഓരോന്നായിരിക്കുമല്ലോ. ആ വ്യക്തിയുടെ കണ്ണുകൾ ആപ്പിൾ പോലാണ് ഇരിക്കുന്നത് എന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. അതായത് നമ്മൾ സാധാരണ കാർട്ടൂണൊക്കെ കാണുമ്പം കാർട്ടൂണിലെ കണ്ണിങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് വരത്തില്ലേ? അപ്പം നമ്മൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിയുടെ കണ്ണിലൂടെ ആപ്പിൾ പ്രൊജക്റ്റ് ചെയ്ത് വന്നിരിക്കുന്ന പോലെ നമ്മൾ ഓർത്ത് നോക്കി. സോ ആപ്പിൾ ഓഫ് ഐ മീൻസ് വെരി ഡിയറസ്റ്റ് പേഴ്സണാലിറ്റി. ഇനി ആംസ്ട്രോങ്ങിനെ ഇഷ്ടമല്ലാത്ത നിങ്ങൾ ഈ ആപ്പിൾ ഓഫ് ഐ, അതായത് നിങ്ങളുടെ ആപ്പിൾ ഓഫ് ഐയെ ചന്ദ്രനിലേക്കൊന്ന് കയറ്റി വെച്ച് നോക്കി. അവിടെ ചന്ദ്രനിൽ നിന്ന് നമ്മളെ കൈ കാണിച്ച് ഇങ്ങ് വരൂ എന്ന് പറയുന്ന ആളുടെ നമ്മുടെ മനസ്സിൽ ചിരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കുമല്ലോ. സോ ഓവർ ദ മൂൺ മീൻസ് extreme happiness. The apple of eye means very dear personality. See, ഒരുപാട് ഇഷ്ടമുള്ള ആളുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് apple of eye. For dearest personality, apple of eye. And over the moon, what? It is extreme happiness. Well, നമുക്ക് ഒരെണ്ണം കൂടി ആ രീതിയിൽ കണക്ക് ചെയ്ത് നോക്കാം. നമ്മൾ പറഞ്ഞു അമ്മയുടെ ഒക്കത്തിരുന്ന് കുട്ടിക്കാലത്ത് ചോറുണ്ണുമ്പോൾ നമ്മൾ പറയും അമ്മയെ അമ്പിളി മാമനെ വേണമെന്ന്. ഇപ്പം നമ്മൾ പറയൂ വായി. കാരണം എന്താ? ഇപ്പം നമുക്കറിയാം ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ബി പോസിബിൾ, അത് നടക്കില്ല എന്നറിയാം.
Okay, so അവിടെ ഒരു idiom ഉണ്ട് നമുക്ക് cry for the moon. Cry for the moon means that nothing going to happen. Don't cry for the moon. ഇപ്പോൾ വാശി പിടിക്കുന്ന ഒരാളോട് നമുക്ക് പറയാം don't cry for the moon. നടക്കാൻ പോകുന്നില്ല. It is impossible. Pigs might fly. See, impossible. Another idiom, pigs might fly. And this is the pattern. Might means നമ്മുടെ ഗ്രാമറിന്റെ ടോപ്പിക്കാണ്. നമ്മൾ ഓൾറെഡി സെഷൻ തുടങ്ങിയപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു 3 സെഷനായി നമ്മൾ ഡിവൈഡ് ചെയ്തത് ഗ്രാമർ, വൊക്കാബുലറി ആൻഡ് കോംപ്രിഹെൻഷൻ. പക്ഷേ ഈ 3 എണ്ണത്തിനും നമുക്ക് വളരെ പ്രാധാന്യങ്ങളുണ്ട്. അതായത് മൈറ്റ് എന്ന് പറയുന്നത് ഗ്രാമറിൽ മിഡൽ ഓക്സിലറിയിൽ ഏറ്റവും പോസിബിലിറ്റി കുറവുള്ള ഒരു കാര്യത്തെ നമ്മൾ പറയണേ. ഇറ്റ് മൈറ്റ് റെയിൻ എന്ന് ഞാൻ പറഞ്ഞാൽ ദാറ്റ് മീൻസ് മഴ പെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാണ്. മേ റെയിൻ എന്ന് പറഞ്ഞാൽ മഴ പെയ്യാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് നമ്മൾ ഗ്രാമർ സെഷനിൽ പഠിക്കുന്നതാണ്. സോ ദിസ് വീക്ക് ഇൻ കണക്ട് വിത്ത് ദിസ് വൊക്കാബുലറി ഓൾസോ ഇഡിയംസിൽ പിഗ്സ്, പിഗ് എന്ന് പറഞ്ഞാൽ പന്നികൾ, മൈറ്റ് ഫ്ലൈ പന്നി പറക്കോ ഇല്ല നമുക്കറിയാം ദാറ്റ് ഈസ് ആൻ ഇമ്പോസിബിൾ തിങ്. സോ ഇമ്പോസിബിൾ തിങ് പിഗ്സ് മൈറ്റ് ഫ്ലൈ. See the pattern. So using this visualization and connecting method we studied 5 idioms. ഈ ഇഡിയംസ് എങ്ങനെ നമുക്ക് പഠിക്കാൻ സാധിക്കും? നമ്മൾ പഠിക്കുന്ന ഒരു വൊക്കാബുലറി പാറ്റേൺ എന്ന് പറയുന്നത്, നമ്മൾ പഠിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ കൃത്യമായി മനസ്സിലാക്കി വെക്കാം. And what you want to do is you repeatedly use this. നമ്മളൊരു സിറ്റുവേഷൻ വരുമ്പം നിങ്ങൾക്ക് ഇനി സന്തോഷം വരുമ്പം instead of saying that I feel happy you can say that I feel over the moon. Then you can easily study that over the moon means extreme happiness. നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവനെ, നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനോട് നിങ്ങൾക്ക് പറയാം you are my apple of eye. That means you are very dearest. You are very dearest for me. So like that you can easily study these words. So this way you can study the vocabulary pattern. And see, we already said that we divided this English session into comprehension, vocabulary and grammar. So what do you mean by this comprehension? സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നമുക്ക് കംപ്രിഹെൻഷൻ്റെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതായത് നമുക്കൊരു പാസേജ് തന്നിട്ട് നമ്മളൊരു ചോദ്യങ്ങൾ ചോദിക്കുകയാണ് ചെയ്യുന്നത്. സോ there we follow a method that bottom to top method. ബോട്ടം ടു ടോപ്പ് മെത്തേഡാണ് നമ്മളവിടെ ഫോളോ ചെയ്യുന്നത്. ബോട്ടം ടു ടോപ്പ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചോദ്യങ്ങൾ വാങ്ങിച്ചു നോക്കുകയും അതിനുശേഷം നമ്മൾ പാസേജിലേക്ക് പോകുകയും ചെയ്യും. അതല്ലാതെ ആദ്യമേ പാസേജിലേക്ക് പോകുകയാണെങ്കിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു ത്രെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ we feel like fish out of the water. Again we use an idiom, we feel like fish out of the water. And what it means, fish out of the water. See, fish out of the water means something that is very uncomfortable. നമുക്ക് ഒട്ടും കംഫർട്ടബിൾ അല്ലാത്ത സിറ്റുവേഷൻ. ഈ തക്കോലി ഉണ്ടോ, മീൻ എടുത്തൊന്ന് പുറത്തിട്ട് നോക്കി എന്തായിരിക്കും സിറ്റുവേഷൻ? മീന് ഒട്ടും ശ്വാസം കിട്ടില്ല. ശ്വാസം കിട്ടാത്ത അവസ്ഥയാകുമ്പോൾ എന്താ പറ്റുന്നത്? മീനിൻ്റെ ആവാസ വ്യവസ്ഥയായിരിക്കില്ല, മീൻ അവിടെ കിടന്ന് പെടയും. അപ്പം മീനിൻ്റെ ആവാസ വ്യവസ്ഥയല്ലാത്തത് കൊണ്ട് മീൻ അത് ഒട്ടും കംഫോർട്ടല്ല. സോ ഫിഷ് ഔട്ട് ഓഫ് ദ വാട്ടർ എന്ന് വെച്ചാൽ കംഫോർട്ടബിൾ അല്ലാത്ത സിറ്റുവേഷനാണ് ഇഡിയം. എന്തിനാണ് നമ്മൾ കോംപ്രിഹെൻഷൻ ഇത് ഉപയോഗിച്ചത്? അതായത് നേരിട്ട് നിങ്ങൾ ചെന്നൊരു പാസേജിലേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യുന്നത് ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവില്ല. സോ what you want to do is first of all you read the questions. നമ്മുടെ സെഷൻസിൽ അത് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത് തരുന്നുണ്ട് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വായിച്ച് നമ്മൾ റൂട്ട് വേർഡ് ഐഡൻറ്റിഫൈ എന്നിട്ട് നമ്മൾ പാസേജിലേക്ക് വായിച്ചാലുള്ള ഗുണം എന്ന് പറയുന്നത് നമുക്ക് എളുപ്പത്തിൽ അത് ട്രാക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ ടൈം കൃത്യമായി മാനേജ് ചെയ്യാൻ പറ്റും. SSC പോലൊരു എക്സാമിനേഷന് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ടൈം മാനേജ്മെൻ്റ് ആണ്. അപ്പം നമ്മൾ എങ്ങനെയാണ് സ്മാർട്ടായി വർക്ക് ചെയ്യുന്നത്? ജസ്റ്റ് ഹാർഡ് വർക്ക് അല്ല ഇവിടെ നമുക്ക് വേണ്ടത്. എങ്ങനെയാണ് സ്മാർട്ട് വർക്ക് ചെയ്യുന്നത്? ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് പാസേജ് വായിക്കുക, ക്വസ്റ്റ്യൻസ് വായിക്കുക, പിന്നെയും നമ്മൾ മറന്നു പോകുക, അപ്പോൾ വീണ്ടും നമ്മൾ പാസേജ് എടുക്കാം, ടൈം കില്ലിങ്. So what you want to do is first of all you read the questions, then you go to the passage. Then you please identify. So we will discuss about the tips how to crack these type of comprehension questions. Comprehension crack ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, first of all what you want to do is you want to read newspaper. It's very very important. Read newspaper, it is very very important. Why it is important? എന്തുകൊണ്ടാണ് ന്യൂസ് പേപ്പർ വായിക്കുന്നത് അത്ര ഇമ്പോർട്ടൻ്റ് ആയത്? സി, ന്യൂസ് പേപ്പർ വായിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്ന പാറ്റേൺ, എക്സ്പെഷ്യലി ഐ ഓൾവേസ് റെക്കമെൻഡ് ദ ഹിന്ദു. ന്യൂസ് പേപ്പറിൽ തന്നെ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് വായിക്കാം. അതിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഹിന്ദു ആണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾ SSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒന്ന് എടുത്ത് നോക്കുക. ദ ഹിന്ദുവിൻ്റെ ആർട്ടിക്കിൾ സെറക്സ് കോപ്പിയാണ് അവരെടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് വരാൻ പോകുന്ന പാസേജ് നമ്മൾ എക്സാമിന് മുമ്പ് ഒരു തവണയും കൂടി കണ്ടിട്ടുണ്ടെങ്കിൽ, അതായത് വീട്ടിൽ വരുന്ന നമ്മൾ വായിച്ചപ്പോൾ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ഉണ്ടല്ലോ. അതുകൊണ്ടാണ് ഹിന്ദു തന്നെ വായിക്കാൻ പറയുന്നത്. ഇനി ഈ
കോംപ്രിഹെൻഷന് വേണ്ടി മാത്രമാണ് ന്യൂസ് പേപ്പർ വായിക്കാൻ പറഞ്ഞത്, അതല്ല. നിങ്ങൾ ഇന്നത്തെ ഹിന്ദുവിൻ്റെ പേപ്പർ ഒന്ന് എടുത്തു നോക്കുക. അതിൽ നിങ്ങൾക്ക് എത്ര ഇഡിയംസും എത്ര വൊക്കാബുലറി സിനണിംസും അനണിമും കിട്ടും എന്നുള്ള കാര്യം ഒന്ന് നോക്കുക. അതായത് നമുക്ക് വേർഡ് നമ്മൾ നന്നായി ബിൽഡ് ചെയ്യുന്നതും അവിടെ തന്നെയാണ്. അപ്പോൾ ഇനി കോംപ്രിഹെൻഷനും ഈ പറയുന്ന നമ്മളുടെ വൊക്കാബുലറി മാത്രമേ നമ്മളവിടെ ഹെൽപ്പ് ചെയ്യത്തുള്ളൂ, അതല്ല. ഇനി പിന്നീട് നമുക്ക് അവിടെ കിട്ടുന്ന അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കവിടെ ഗ്രാമർ സെഷൻ കൃത്യമായി കിട്ടും. എങ്ങനെയാണ് ഈ ഗ്രാമർ സെഷൻ കിട്ടുന്നത്? അതായത് നമ്മുടെ എക്സാമിനേഷൻസിനകത്ത് കോർ ടോപ്പിക്കാണ് സ്പോട്ടിംഗ് ദ എറർ എന്ന് പറയുന്ന കാര്യം. എന്താണ് സ്പോട്ടിംഗ് ദ എററിൻ്റെ പ്രത്യേകത എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. തന്നിരിക്കുന്ന ഒരു സെൻറ്റൻസിനകത്ത് ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരിക്കും. You have to identify that mistake. You don't want to change that. You don't want to alter that. You don't want to amend that. നിങ്ങളത് ചേഞ്ച് ചെയ്യേണ്ട, ആൾട്ടർ ചെയ്യേണ്ട, അമെൻഡ് ചെയ്യേണ്ട, ഇതെല്ലാം ഒന്ന് തന്നെ. വൊക്കാബുലറി പഠിക്കുന്ന ഒരു പാറ്റേൺ പറഞ്ഞാണ്. ഒരേ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഞാൻ 3 വേർഡുകൾ ഉപയോഗിച്ചു. അൾട്ടർ നമുക്ക് പഠിക്കേണ്ട കാര്യമുണ്ടോ? നമ്മൾ സാധാരണ ബൈക്കൊക്കെ അൾട്ടറേഷൻ ചെയ്യാറുണ്ട്. എന്താ ഈ ബൈക്ക് അൾട്ടർ ചെയ്യാന്ന് വെച്ചാൽ ബൈക്കിൽ മാറ്റം വരുത്തുക, ചേഞ്ച്. അമെൻഡ് ചെയ്യുക. കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ അമെൻമെന്റ് കൊണ്ടുപോകാറുണ്ട്. നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലാസ്സസിൽ അമെൻമെന്റ് പഠിക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് ആഡിങ് സംതിങ് ഓർ സബ്സ്ട്രാക്ടിങ് സംതിങ് ഫ്രം ദ ആർട്ടിക്കിൾസ് ഓഫ് ദിസ് അമെൻമെന്റ്. സോ ദിസ് ഇസ് അമെൻമെന്റ്. സോ അമെൻഡ് ചെയ്യുക, ആൾട്ടർ ചെയ്യുക, ചേഞ്ച് ചെയ്യുക. ആൻഡ് നമ്മൾ ഈ കോംപ്രിഹെൻഷൻ വായിക്കുന്നതോടെ അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ വായിക്കുന്നതോടെ നമുക്ക് കിട്ടുന്ന ഒരു സാധനമാണ് സ്പോട്ടിംഗ് ദ എറർ പാറ്റേൺ. നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ നിങ്ങളുടെ ചേഞ്ച് ഒന്നും വരുത്തണ്ട. You just identify that the option A is not right and option C is not right. You just mention that this is not right. So what you want to do is, ഈ ഭാഗത്ത് നമുക്ക് ശരിയല്ല എന്ന് തോന്നുകയാണ് എന്ന് വിചാരിക്കാം. എങ്ങനെയാണ് ഇതിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്? അതാണല്ലോ നമ്മുടെ വിഷയം. സോ ഞാൻ നിങ്ങളോട് പറയാണ്, I has a car. I has a car. ഞാനിത് പറഞ്ഞപ്പോൾ നിങ്ങളുടെ നെറ്റി ചുളുങ്ങി കാണും. എന്തുകൊണ്ടാണ്? ഐയുടെ കൂടെ ഹാസ് ഉപയോഗിക്കൂ? ഇല്ല. അത് കേട്ടപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഓക്വേർഡായിട്ട് ഫീൽ ചെയ്തു. അവിടെ സത്യത്തിൽ നിങ്ങൾ ഐയുടെ കൂടെ ഹാവാണ് ഉപയോഗിക്കുന്നത് ഗ്രാമർ പഠിച്ചത് കൊണ്ടല്ല. നമുക്ക് കുട്ടിക്കാലം മുതലേ നമുക്ക് കിട്ടിയ അനുഭവങ്ങൾ, നമ്മൾ വായിച്ച അറിവുകൾ, ഇതെല്ലാമാണ് നമ്മളെ കൊണ്ട് ഐയുടെ കൂടെ ഹാസ് വരില്ല എന്നുള്ളത് അവിടെ മനസ്സിലാക്കിയത്. അല്ലാതെ ഗ്രാമറിലെ നമ്മൾ ആക്ച്വലി ഇറ്റ് ഇസ് പ്രോണോന്റെ റൂളാണ്. അത് പഠിക്കാനും നമുക്ക് അവിടെ ടിപ്സും ട്രിക്സും ഉണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു, നമ്മളിതെല്ലാം പഠിച്ചു തന്നിട്ടും അവിടെ നമുക്ക് ചില സമയത്ത് അത് അഡ്വാൻറ്റേജ് ആയിട്ട് ഫീൽ ചെയ്തില്ലെങ്കിൽ വാട്ട് യു വാണ്ട് ടു ഡു ഈസ് യു കൻ ഫോളോ ദിസ് മെത്തേഡ്. അതാണ് നമ്മളിവിടെ ചെയ്യുന്ന പാറ്റേൺ എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഐയുടെ കൂടെ ഹാവ് ആണ് ഉപയോഗിക്കുന്നത് എന്ന് പഠിക്കാൻ വേണ്ടി നമുക്കൊരു മന്ത്രം ചൊല്ലാം. സോ കണ്ണുകളടച്ച് നിങ്ങൾ എൻ്റെ കൂടെ ഈ മന്ത്രം ഒന്ന് ചൊല്ലി നോക്കുക. അയ്യോ ദേവി. ദിസ് ഇസ് ദ മന്ത്ര. അയ്യോ ദേവി. what it means? I, you, they, we. See? I, you, they, we. ഇതിൻ്റെ എല്ലാം കൂടെ നമ്മൾ ഹാവ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. I have a bike. See? You have a bike and they have a bike and we have. ഇനി സിംഗുലർ ആയ സബ്ജക്റ്റ് ആയ he, she, it ഇതിൻ്റെയൊക്കെ കൂടെ നമ്മൾ ഹാസ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. ഒരാളുടെ പേര് ഞാൻ പറയാണ്, Ellen. Ellen has. See? He has. She has. It has. This is the pattern. So നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഹാസ് ആയിരിക്കും അവിടെ ഉപയോഗിക്കുന്നത്. സിംഗുലർ ആയ സബ്ജക്റ്റിൻ്റെ കൂടെ നമ്മൾ നേരത്തെ പറഞ്ഞ മന്ത്രത്തിൻ്റെ കൂടെ ഹാവ് ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. This is the pattern that we want to follow. So what you want to do is you want to follow this big learning. So big learning സെഷൻ്റെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളിൽ നമ്മൾ പഠിപ്പിക്കുന്നത് വിഷ്വലൈസേഷൻ കണക്റ്റിംഗ് മെത്തേഡുകളാണ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഈ ഐഡിയാസും ട്രിക്സും ഉപയോഗിച്ച് എക്സാമിനേഷന് 25 ക്വസ്റ്റ്യൻസും ക്രാക്ക് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട മെത്തേഡ്സ് പറയും. അപ്പം നമുക്ക് പ്രധാനമായിട്ടും ഗ്രാമർ സെഷനിൽ പാർട്ട് ഓഫ് സ്പീച്ചുകൾ എന്താണ് എന്നുള്ള കാര്യമാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. വാട്ട് യു മീൻ ബൈ എ പാർട്ട് ഓഫ് സ്പീച്ച്? ഒരു സ്പീച്ച് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ സാധാരണഗതിയിൽ സംസാരിക്കുന്ന ഒന്നിനെയാണ് നമ്മൾ സ്പീച്ച് എന്ന് പറയുന്നത്. അതിനെ പാർട്സ് ആക്കുമ്പോൾ നമ്മൾ നൗൺ, പ്രോനൗൺ, അഡ്ജക്റ്റീവ്, ആഡ്വർബ്, കൺജങ്ഷൻ, പ്രിപ്പോസിഷൻ എന്നൊക്കെ പറഞ്ഞ പാറ്റേൺ വരും. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും നമ്മൾ കുട്ടിക്കാലത്ത് പഠിച്ചത്, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പം നിങ്ങളുടെ GK പഠിക്കുന്നതാണ്. The sun rises in the east. And if you are studying in Venus, then you can say that the sun rises in the western Venus that you may study in your solar system. Well, so the sun rises in the east. ഈ ഒരൊറ്റ സെന്റൻസിൽ നിന്ന് നമുക്ക് എളുപ്പത്തിൽ പഠിക്കാൻ സാധിക്കും എന്താണ് സബ്ജക്ട് വെർബ് എഗ്രിമെന്റ്, കോൺകോഡ്. അതായത് സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബും സിംഗുലർ ആയിരിക്കും. ദിസ് ഇസ് സബ്ജക്ട് വെർബ് agreement. If the subject is singular, the verb also should be singular. That means subject എപ്പോഴും വെർബുമായിട്ടൊരു ബന്ധം ഉണ്ടായിരിക്കും. സോ ഒരു വെർബിനെ സിംഗുലർ ആക്കാൻ വേണ്ടി, സിംഗുലറിന്റെ ആദ്യത്തെ അക്ഷരം എസ് ആണ് എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ വെർബിനെ സിംഗുലർ ആക്കാൻ വേണ്ടി ആ വെർബിന്റെ കൂടെ SO ESO ആഡ് ചെയ്താൽ നമുക്ക് സിംഗുലർ
സിംഗുലർ ആക്കാൻ പറ്റും. അതായത് കുട്ടിക്കാലം മുതലേ നമുക്ക് അറിയാവുന്ന ആ സെന്റൻസിൽ തന്നെ ഓൾറെഡി കോൺകോർഡിന്റെ റൂൾ കിടപ്പുണ്ട്. സണ്ണ് സിംഗുലർ ആണെന്നുള്ള കാര്യം നമുക്ക് പഠിക്കണ്ടല്ലോ. വി ഓൾ നോ ദാറ്റ് ഒരു സൂര്യനെ നമുക്കുള്ളൂ. അതുകൊണ്ടാണ് റൈസസ് എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. സൺ റൈസസ്. ഇനി എർത്ത് ആണെങ്കിലോ എർത്ത് റിവോൾസ് ആണ്. കാരണം എന്താ? എർത്ത് ഒരെണ്ണേ ഉള്ളൂ, അതുകൊണ്ടാണ് എർത്ത് റിവോൾസ് എന്ന് നമ്മൾ ഉപയോഗിച്ചത്. പ്ലാനറ്റ്സ് ആണെങ്കിലോ പ്ലാനറ്റ്സ് നമ്മൾ റിവോൾവ് എന്നേ പറയത്തുള്ളൂ. കാരണം പ്ലാനറ്റ്സ് നമുക്കറിയാം 8 എണ്ണം ഉണ്ട് എന്നുള്ള കാര്യം. സോ ദിസ് ഈസ് സബ്ജക്ട് വെർബ് എഗ്രിമെന്റ്. അപ്പം നമ്മളെ പാറ്റേണുകൾ എന്ന് പറയുന്നത് കൃത്യമായിട്ടും ഈ നമുക്കറിയാവുന്ന ഒരു കാര്യങ്ങളിൽ നിന്ന് എങ്ങനെയാണ് ആൻസേഴ്സിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് നമ്മളുടെ സ്ട്രാറ്റജി നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് കൂടുതൽ സെഷൻസ്, കൂടുതൽ വീഡിയോസ് കിട്ടാൻ വേണ്ടി നിങ്ങൾ ബിഗ് ലേണിംഗ് സബ്സ്ക്രൈബ് ചെയ്യുക. സോ ബിഗ് ലേണിംഗ് സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ we assure that you will get 50 marks and you can crack this 25 questions. So are you ready with me? That's all. Thank you. Bye.